യെസ്, ഗുഡ് ഈവനിങ്. ഇന്നലെ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്താണെന്ന് അറിയാലോ. നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലൊരു ഓൺലൈൻ ഡയറക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നതിനും നിങ്ങളെല്ലാവരും പോയി ഒന്ന് മാർക്കറ്റ് നോക്കി സംസാരിക്കുക, പരസ്യങ്ങൾ പിടിക്കാൻ വളരെ 500 രൂപയ്ക്കൊരു പരസ്യം പിടിക്കാനുള്ള ശ്രമം നടത്തുക. ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞത്. എത്ര കണ്ട് നിങ്ങൾ ചെയ്തു എനിക്കറിയില്ല, പക്ഷേ അതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്. കാരണം ഇതൊരു സ്റ്റാർട്ടപ്പാണ് നിങ്ങളുടെ. ഈ സ്റ്റാർട്ടപ്പിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൂസ്ട്രാപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വളരെ ഒരു പൈസ ഇല്ലാതെ നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാതിരുന്നാൽ നമ്മൾ വലിയ ഒരു സ്വപ്നത്തിന് എത്താൻ പറ്റില്ല. സോ ഇതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക, ഇറങ്ങി ശ്രമിക്കുക, പോയി കാണുക, സംസാരിക്കുക. ഒരു കാര്യവും സംസാരിക്കാതെ നടക്കില്ല. നമ്മുടെ ആശയവിനിമയം നടത്താതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും 5 പേരും ഇറങ്ങി നിങ്ങൾക്കറിയുന്നവരോട് ഈ കാര്യം പറയുക. ഇത് നിങ്ങൾക്ക് വളരെ എസ്-യുവിനെ പറ്റി അറിയാതാണെങ്കിൽ പരസ്യം കൊടുക്കുന്നത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. വേൾഡിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വരും. നിങ്ങൾ അമേസാനെയോ മറ്റേ ഫ്ലിപ്കാർട്ടിനെയും കുറ്റം പറഞ്ഞാൽ നമ്മുടെ കച്ചവടം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ ഇതിലൊരു പരസ്യം കൊടുക്കുക, എന്നിട്ട് നോക്കുക ബിസിനസ്സും കാര്യങ്ങളും എങ്ങനെ പുരോഗമിക്കണം എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരസ്യം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ 5 പേരും പരസ്യം പിടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ ഓൺലൈൻ ഡയറക്ടറി രൂപം കൊള്ളാൻ പോകുന്നത്. അങ്ങനെ ഓൺലൈൻ ഡയറക്ടറി രൂപം കൊള്ളുമ്പോൾ ഈ പരസ്യം തന്നവർക്ക് നല്ല മെച്ചം കിട്ടും. കാരണം നമ്മളുണ്ടാക്കുന്ന വെബ്സൈറ്റ്, ഇവരുടെ അഡ്വർടൈസ്മെൻ്റ് അതിലുണ്ടാവും. നിങ്ങളറിയുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളും നിങ്ങളറിയുന്ന എല്ലാവരോടും ഈ വെബിൻ്റെ ലിങ്ക് കൊടുക്കുക. അത് ലിങ്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ട്രാഫിക് അതിന് വരും. ആ ട്രാഫിക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരിലെല്ലാവർക്കും ബിസിനസ് കിട്ടിത്തുടങ്ങും. അങ്ങനെ ബിസിനസ് കിട്ടിത്തുടങ്ങുമ്പോൾ അവർ മതി നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനും പരസ്യം പിടിച്ച് തരാനും. സോ കാര്യത്തിൽ ഒരു മടി കൂടാതെ നിങ്ങളെല്ലാവരും ഇറങ്ങണം. ഈ 5 പേർക്കും ചെയ്യാനുള്ള ഒരു പ്രവൃത്തി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പുറത്തിറങ്ങുക, എല്ലാവരോടും സംസാരിക്കുക. നിങ്ങളുടെ വെബ് വരുന്നതിനെക്കുറിച്ച് അവർ നിങ്ങളോട് ആദ്യം ചോദിക്കുക, അതെന്താ ഡൊമൈൻ, അല്ലെങ്കിൽ അതാണ് എന്താണ്. അതും നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കണം. നമുക്ക് അധികം പൈസ ആയില്ല ഡൊമൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ. കുറഞ്ഞ പൈസ മാത്രമേ ആവുള്ളൂ ഡൊമൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ. അപ്പോൾ ആ ഡൊമൈൻ ആദ്യം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു നോട്ടീസ് എടുത്ത് മാർക്കറ്റിൽ ഇറങ്ങി ഇതാണ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഇമ്മീഡിയറ്റായിട്ട് അവർ പരസ്യം ചെയ്ത് തന്നു തുടങ്ങും. അത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നാളെ സംസാരിക്കാം. തീർച്ചയായിട്ടും രംഗത്തിറങ്ങൂ, പ്രവർത്തിക്കൂ, വിജയം കണ്ടെത്തൂ. ഒരു പൈസയും ഇല്ലാതെ നിങ്ങളെ ഞാൻ കോടികൾ സമ്പാദിക്കാനുള്ള വഴി കണ്ടെത്തി തരുന്നതാണ് എൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ വേ ഓഫ് വർക്കിംഗ്. ഒരു പൈസ നിങ്ങൾ കൊണ്ടുവരേണ്ട, പക്ഷേ ഞാൻ പറയുന്ന പ്രവർത്തനം നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. അതിനെനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രവർത്തിക്കുന്നവരോടുകൂടെ മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയൂ. പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോയി ജോലി ചെയ്യുന്നതാണ് പിന്നീട് നല്ലത്. അതല്ലാതെ ഒരു ബിസിനസ്മാനാകാമെന്നുള്ള സ്വപ്നം പിന്നീട് അത് ആവശ്യമില്ല. ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇതൊരു മാർഗം മാത്രമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ കാൽവെപ്പാണിത്. ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്താൽ വൻ വിജയം കരസ്ഥമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ലോക്കൽ സെർച്ച് എഞ്ചിന് ഇന്ന് വളരെ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് നമ്മൾ ആദ്യമായി ഇതിലേക്ക് കാല് വെച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഒന്ന് അടുത്തുള്ളവരോട് പറയുക, ഒരു ചെറിയ നോട്ടീസ് അടിക്കുക, ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ. ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങളോടും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ കണ്ടിരുന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ നടത്തി നിങ്ങൾ രക്ഷപ്പെടാൻ മാത്രം ശ്രമിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാം. ആദ്യം നിങ്ങൾ നന്നാകാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ. ദയവ് ചെയ്ത് എൻ്റെ ഈ തരുന്ന ഉപദേശങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിച്ചേക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് മടി കൂടാതെ ഇതിനിറങ്ങിത്തിരിക്കും, വിജയം കരസ്ഥമാക്കും.